ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ചീരയിലയാണ് എടുത്തിരിക്കുന്നത്. പച്ചച്ചീരയാണ് എടുത്തിരിക്കുന്നത്. പച്ചച്ചീര എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്നൊക്കെ ചീര വാങ്ങിക്കഴിയുമ്പോൾ അവർ ധാരാളം ഇതിൽ പുഴുവൊക്കെ വരാതിരിക്കാൻ വേണ്ടി അവർ കെമിക്കലൊക്കെ അടിച്ച് രാസവളങ്ങളൊക്കെ ചേർത്തതിന് ശേഷമാണ് അവർ തരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിതെങ്ങനെ കഴുകിയെടുക്കാമെന്നുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു മഞ്ഞൾ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ഒരു ചീരയൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചീര എന്ന് പറയുമ്പോൾ ഇത് ഇലയായത് കാരണം ഇതിൽ രാസവളങ്ങൾ ചേരുമ്പോൾ പെട്ടെന്ന് നമുക്കിത് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇലയിലാവുമ്പോൾ കുറേ നല്ലപോലെ ഇത് പറ്റി പിടിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നവരാണെങ്കിൽ ഇതേപോലെ മഞ്ഞൾ വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും മിനിമം നിങ്ങൾ ഇതുപോലെ മുക്കി വെച്ച് അതിൻ്റെ തണ്ടുമെല്ലാം ഈ വഴി വെള്ളത്തിലേക്ക് മുക്കി വെക്കണം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കെമിക്കലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ രാസവളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കുറേയൊക്കെ പോകാൻ വേണ്ടി വളരെ നല്ലതാണ്. ഈ ഇലയിലാകുമ്പോൾ പെട്ടെന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മഞ്ഞൾ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കി വെച്ച് ഒരു 20 മിനിറ്റെങ്കിലും മിനിമം വെക്കുക. അതിന് ശേഷം നിങ്ങൾ കഴുകിയെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് കറി വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാണാം, ഓഫീസിൽ പോകുന്നവരൊക്കെ കാണാം. നമ്മുടെ കയ്യിൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് പച്ചക്കറിയൊക്കെ തീർന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തോരനാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ തലേ ദിവസമേ ഇതുപോലെ വൻപയർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ നല്ലപോലെ കഴുകി കുക്കറിനകത്തേക്ക് ഒന്നിട്ട് വെക്കുക. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചൊന്ന് എടുത്തുകൊണ്ട് വരാം. വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, ആവശ്യത്തിന് വെന്ത് കിട്ടണം. പയറൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കാനായിട്ടുള്ള ചേരുവകൾ തയ്യാറാക്കാം. അതിനായിട്ടൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും വെള്ളം ഒഴിക്കാതെ നമുക്കിതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. എന്നിട്ട് നമുക്കിത് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ പയറിവിടെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് സാധാരണ കടുക് വറുക്കുന്ന പോലെ കടുക് വറുത്തതിന് ശേഷം നമ്മളെടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രങ്ങളിലെ കരിമ്പൻ കളയാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാ ഞാനിവിടെ ഒരു തോർത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ തോർത്തിൽ അത്യാവശ്യം നല്ല പോലൊക്കെ കരിമ്പനുണ്ട്. ഇതാ കറുത്തിരിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ തന്നെ കുട്ടികളുടെ വെള്ള യൂണിഫോം, സോക്സ്, വലിയ ആൾക്കാരുടെ ഷർട്ട്, മുണ്ട, ഇതിനൊക്കെ ഇങ്ങനെ ഇതുപോലെ കരിമ്പൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ആ കരിമ്പൻ കളയാനില്ലേ. അപ്പം നമ്മൾ ക്ലോറിനോ ഉപയോഗിച്ചോ ഒന്നുമില്ലാതെ കണ്ട് ഈസി ആയിട്ട് എങ്ങനെ ഈ കരിമ്പൻ കളയാന്നുള്ളൊരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈസി ആയിട്ട് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് ഈ ഒരു കരിമ്പൻ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റിൽ ഞാനിവിടെ തോർത്താണ് എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു പച്ചക്കരയുള്ള തോർത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഇതൊന്ന് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. സാധാ വെള്ളമാണ്. അതിലേക്ക് ഞാൻ ഇതൊന്ന് മുക്കിയൊന്ന് എടുക്കുകയാണ്. വെള്ളത്തിലൊന്ന് മുക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിലുള്ള ആ കരിമ്പൻ ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ലേ. നമ്മൾ തുണികൾ നനഞ്ഞു കഴിയുമ്പോഴാണ് ഈ കരിമ്പൻ പെട്ടെന്ന് നമുക്ക് അറിയുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം.
അതിനായിട്ട് ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ്. നമ്മൾ ഏത് സോപ്പ് പൊടിയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സോപ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ കരിമ്പൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ സോപ്പ് പൊടി എടുക്കാനും. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീടുകളിലുള്ള സോപ്പ് പൊടിയാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട, നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റമാണ് പൗഡർ എന്ന് പറയുന്നത്. അത് ഏത് പൗഡർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിലുള്ള ഈ ഒരു പൗഡറാണ് ഇടുന്നത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം നമുക്ക് വേണം. അത് നമുക്ക് അളവനുസരിച്ച് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലാതെ വേണമെങ്കിലും എടുക്കാം. ഇതാ ഞാനിവിടെ ഏകദേശം ആ സെയിം സോപ്പ് പൊടിയുടെ അത്രയൊക്കെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പം നമ്മൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് കാശ് ചിലവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കരിമ്പനുള്ള ഭാഗങ്ങളിൽ ഇത് കുറച്ച് വെള്ളമായി പോയി. അപ്പം ഞാൻ കുറച്ച് പൗഡറും കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പിന്നെ ഒത്തിരി ലിക്വിഡായിട്ട് വേണം, കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു രീതിയിൽ വേണം. അപ്പോൾ അതാ ഞാനിവിടെ വീണ്ടും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കരിമ്പനുള്ള ഭാഗങ്ങളിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ തോർത്ത് നനച്ചൊന്നെടുത്തിട്ടുണ്ട്. നനച്ചതിന് ശേഷം എന്താ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നനച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കരിമ്പൻ ഇവിടെ എല്ലായിടവും നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ സോപ്പ് പൊടിയും പൗഡറും കൂടെ ചേർന്ന മിശ്രിതം നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കരിമ്പനുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലായിടും ഒന്ന് നന്നായിട്ടൊന്ന് കരിമ്പനുള്ളിടത്ത് നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി പഴകിയതാണെങ്കിൽ നിങ്ങൾ കുറച്ചേറെ ടൈം ഒന്ന് വെച്ചേക്കണം, അത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതേപോലെ നല്ല പോലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതാ നമ്മളിത് ഒഴിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ജെരടി പിഴിഞ്ഞ് കഴുകാം. ഒരിത്തിരി വെള്ളവും കൂടെ ഇടയ്ക്കൊന്ന് ഇതുപോലെ നനച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കണ്ടില്ലേ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല പോലെ ഇതുപോലെ ഞെരടി കഴുകണം. എന്താ കണ്ടില്ലേ? എന്താ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നിങ്ങളെ കഴുകിയതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതേപോലെ നല്ല പോലെ ഒന്ന് ഞെരടി കഴുകണം. കണ്ടില്ലേ? നിങ്ങൾക്ക് തുണി നല്ല പോലെ വെളുത്തായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണാൻ കണ്ടില്ലേ? ഇവിടെ ആയിരുന്നു നല്ല പോലെ കരിമ്പൻ ഉണ്ടായിരുന്നത്. കണ്ടില്ലേ? ഇതാണ് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത്. നിങ്ങൾ ഇതുപോലെ വെള്ള ഡ്രസ്സ്, ഷർട്ടോ തോർത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ വേണമെങ്കിലും വെക്കാം. അതിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ തുണി വെളുക്കുന്നതായിരിക്കും. ഞാൻ ഇനി ഇത് നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം. കണ്ടില്ലേ? ഈ ഒരു ഭാഗത്തായിരുന്നു ചെറിയൊരു കറുപ്പുണ്ട്. ഈ ഒരു ഭാഗത്തായിരുന്നു കരിമ്പൻ അടിച്ചിരുന്നത്. അവിടെ ഞാൻ നല്ലപോലെ ഇതുപോലെ ഞെരുടി കഴിഞ്ഞപ്പം ആ ഒരു കളറെല്ലാം മാറി. ആ കരിമ്പൻ മൊത്തം പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് 100% നിങ്ങളെ ഞാൻ കാണിച്ച അതേ പച്ചക്കരയുള്ള തോർത്ത് തന്നെയാണ്. തുണിയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.